മിക്കവാറും ഹോസ്പിറ്റലുകളെല്ലാം പൂർണ്ണമായും സ്തംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തു നിന്നും സ്റ്റുഡൻസിനെ വെച്ചും അതേപോലെ ഇന്ന് മെനഞ്ഞാന്ന് കൊടുത്ത പരസ്യങ്ങളിലൂടെ വരുന്ന ന്യൂ ജോയിനിസിനെ വെച്ചിട്ടാണ് പല ഡിപ്പാർട്ട്മെന്റുകളും ഇവർ ഓടിക്കുന്നത്. UNA എപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാണ്. മാനേജ്മെന്റ് അസോസിയേഷൻ KPH ഇതുവരെ നമ്മളൊരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. ഓരോ സിംഗിൾ ഹോസ്പിറ്റലുകൾക്ക് നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താല്പര്യമുണ്ട്. കാരണം അവർക്ക് അത്രയും നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്, രോഗികൾ വലയുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ചർച്ച തയ്യാറാണ്. പക്ഷേ ഈ അസോസിയേഷൻ ഇതിന് സമ്മതിക്കുന്നില്ല എന്നതാണ്. ഈ രോഗികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിന് ആര് മറുപടി പറയും? രോഗികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിന് നഴ്സുമാർ മാത്രമാണോ പൂർണ്ണ ഉത്തരവാദികൾ? ആണോ? ഇതിൽ രോഗികളോടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫിൻ്റെയും അതേപോലെ മാനേജ്മെൻറ്റിൻ്റെയും നഴ്സുമാരുടെ എല്ലാവരുടെയും കൂടെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത്രയും രോഗികൾ അത് ഇതെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ രോഷം കൊള്ളുമ്പോൾ അവർക്കും ഒരു ചർച്ചയ്ക്ക് തയ്യാറായിക്കൂടെ? എന്തുകൊണ്ട് ഇവർ തയ്യാറാവുന്നില്ല? അവരും തിരിച്ച് രോഗികളെ ജീവൻ വെച്ചിട്ട് തന്നെയല്ലേ നമ്മളോടും. ഈ അടിസ്ഥാന ശമ്പളം 40,000 പ്ലസ് അലവൻസ് വരുമ്പോൾ അറൗണ്ട് ഒരു 50,000, 1,00,000 രൂപ വരുവാണ്. അത് വലിയൊരു എമൗണ്ട് അല്ലേ എന്നൊരു ചോദ്യമാണ് വരുന്നത്. കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ശമ്പളം പരിഷ്കരിച്ചിട്ടില്ല. അന്ന് കിട്ടുന്ന ശമ്പളമാണ് നമുക്ക് ഇന്നും കിട്ടുന്നത്. ഈ 7 കൊല്ലം മുന്നേ ഉള്ള അതിൻ്റെ ഇടയിൽ നമുക്ക് ഇടക്കാല ആശ്വാസം എന്നുള്ളൊരു തുക കിട്ടിയത് നമ്മളിതുപോലെ സമരം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ പോണ 28,000 രൂപയാണ് ഇപ്പം സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ബേസിക് ശമ്പളം. ഇത് ഇന്നത്തെ കാര്യമല്ല. ഇനി അങ്ങോട്ട് അടുത്ത ഒരു 3 കൊല്ലം അല്ലെ 5 കൊല്ലത്തേക്ക് നമുക്ക് ഇനിയൊരു ശമ്പള വർധന ഉണ്ടാകില്ല. അപ്പോൾ ഇന്ന് തന്നെ നമ്മളിപ്പോൾ 2018 അവസാനമായി ശമ്പള പരിഷ്കരണം ഉണ്ടായത്. അന്നുള്ള അരിയുടെ വിലയാണോ ഇന്ന്? അന്നുള്ള മണ്ണെണ്ണയുടെ വിലയാണോ ഇന്ന്? അന്നുള്ള കറണ്ട് ചാർജാണോ ഇന്ന്? ഗ്യാസിൻ്റെ വില അന്നുള്ളതാണോ? അപ്പോൾ അതേപോലെ എല്ലാ കാര്യങ്ങൾക്കും പെട്രോളിൻ്റെ വില അങ്ങനെയാണോ? എല്ലാ കാര്യങ്ങൾക്കും നിരന്തരം ദിവസം ചാർജുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ശമ്പളം വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ പോട്ടെ. 2018 ഹോസ്പിറ്റൽ ബില്ലുകൾ, ഹോസ്പിറ്റലിൽ ഓരോ കേസുകൾക്കുള്ള ബില്ലുകൾ, അത് ഓരോ വർഷത്തെയും ബില്ലുകൾ നിങ്ങളെടുത്തിട്ട് മാധ്യമങ്ങളെടുത്ത് പരിശോധിക്കുക. ഒരേ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരേ അസുഖത്തിന് ഉള്ള 2018 മുതലുള്ള ബില്ലുകൾ ഒരു 3-4 ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. അതിൽ കൂട്ടിയിരിക്കുന്ന ഈവൻ നേഴ്സിംഗ് ചാർജ് എന്ന് പറഞ്ഞ സംഭവം, അത് നേഴ്സുമാർ പണിയെടുക്കുന്നതിന് ജനങ്ങളെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങുന്ന ചാർജാണല്ലോ നേഴ്സിംഗ് ചാർജ് എന്ന് പറയുന്നത്. ആ ചാർജുകൾ മാത്രം എടുത്ത് കമ്പയർ ചെയ്ത് നോക്കുക. അതിൽ ഓരോ കാലഘട്ടത്തിലും വന്നിരിക്കുന്ന വർധനവിനനുസരിച്ച് നേഴ്സുമാർ മാത്രമല്ല എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും അതിൻ്റെ ആനുപാതികമായിട്ട് ഒരു 500 രൂപയെങ്കിലും അവർ കൂട്ടിക്കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഇല്ല, അത് അവരുടെ ലാഭത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു തുക ഇതിപ്പം തുടർച്ചയായിട്ട് ദിവസങ്ങൾ സമരം ചെയ്യുകയാണ്. മാനേജ്മെൻറ്റ് പറയുന്നത് ഇങ്ങനെ ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ, തുടർച്ചയായിട്ട് ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ പുറത്താക്കും, പകരം ആളെ എടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു ഭീഷണി മുന്നിലുണ്ട്. ഭയമുണ്ടോ? ആ ഉമ്മാക്കി കാണിച്ചൊന്നും ഒരു മാനേജ്മെൻറ്റും ഇവിടെ സംഘടനയ്ക്കെതിരെ ഉണ്ടാക്കാൻ നിൽക്കേണ്ട. ഈ കാണുന്ന കുട്ടികൾ നാളെ ഓരോ ഹോസ്പിറ്റലിൻ്റെയും മുമ്പിലിരുന്ന് സമരം ചെയ്യും. അതിൽ ജയിലറകളോ അല്ലെങ്കിൽ തടവോ ഒന്നും ഞങ്ങൾ ഭയന്നിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്.